www.hubburrasool.net. വലിയ മഹത്വമുള്ള നോമ്പാണ്. സുന്നത്ത് നോമ്പുകളിൽ വലിയ മഹത്വമുള്ളതാണ് അറഫയുടെ നോമ്പ്. ആ അറഫ നോമ്പ് നമുക്ക് നിർവഹിക്കേണ്ടത് മാസം കണ്ടതനുസരിച്ച് നമ്മുടെ ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമ്മുടെ അറഫയുടെ നോമ്പ്. അതൊരു പക്ഷേ ഹജ്ജിന് പോയവർ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ അന്നാണ് നമ്മുടെ അറഫയുടെ നോമ്പ് വരിക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ അറഫയുടെ നോമ്പ് എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ്. അത് അവരെ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ ദുൽഹിജ്ജ 1 മുതൽ തന്നെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുമുണ്ട്. ഇനി അങ്ങനെ നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുൽഹിജ്ജ 9 നോമ്പനുഷ്ഠിക്കൽ വലിയ പുണ്യമുള്ളതാണ്. കൂട്ടത്തിൽ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നു, നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയ പുരുഷന്മാരുണ്ടെങ്കിൽ അവരോടും ഓർമ്മപ്പെടുത്തുന്നു, കഴിഞ്ഞ റമദാനിൽ വല്ല കാരണവശാലും ഫർളായ നോമ്പ് ഖളായിട്ടുണ്ടെങ്കിൽ ഈ അറഫ നോമ്പിനോടുകൂടെ ഖളാ വിട്ടാനുള്ള നിയ്യത്തും കൂടെ കരുതിയാൽ ഖളാ വിടുന്നതോടൊപ്പം അറഫ നോമ്പിന്റെ കൂലിയും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ചില ആളുകളൊക്കെ ഈ അറഫ നോമ്പ് പോലെയുള്ള സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് അത് പള്ളിയിലെ മുദർരിസിനും മുതല്ലിമീങ്ങൾക്കും മദ്രസയിലെ ഉസ്താദുമാർക്കും കുറച്ച് വയസ്സായ ഉമ്മാമമാർക്കും ഉപ്പാമമാർക്കും ഉള്ളതാണെന്നാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, അറഫയുടെ നോമ്പ് എല്ലാവർക്കും സുന്നത്ത് തന്നെ. മതപരമായി നോമ്പനുഷ്ഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കല്ലാത്ത എല്ലാവർക്കും അറഫ നോമ്പ് സുന്നത്താണ്. അതിന്റെ കൂലി വളരെ വലുതാണ്. അതിന്റെ പ്രതിഫലമല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്. നബിയോട് ചോദിക്കപ്പെട്ടു, നബിയെ അറഫ നോമ്പിന്റെ മഹത്വം എന്താണ് എന്ന് റസൂലുള്ളയോട് ചോദിച്ചപ്പോ നബിയുടെ മറുപടി യുക്കഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷം ചെയ്ത തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഒരു വർഷം കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണെന്ന് പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാന്മാർ, മഹദികൾ, സ്വഹാബി വര്യന്മാർ അവരൊക്കെയും ഈ ദുൽഹിജ്ജയുടെ മാസത്തിലുള്ള അറഫയുടെ നോമ്പിൽ വലിയ കറുത്ത സ്വഭാവമുള്ളവരായിരുന്നു. നഷ്ടപ്പെട്ടു പോകരുത്. എന്റെ ക്ഷീണം വകവെക്കാതെ, പ്രയാസങ്ങൾ വകവെക്കാതെ, ദാഹവും വിശപ്പും സഹിച്ചുകൊണ്ട് ഞാൻ ആ നോമ്പനുഷ്ഠിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ആ മഹാന്മാർ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ, മഹാനായ അത്വാഉൽ ഖുറാസാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം ഒരു അറഫയുടെ ദിവസം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നോമ്പനുഷ്ഠിച്ചു. അറഫയുടെ ദിവസം നോമ്പനുഷ്ഠിച്ച ബീബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് അവിടുത്തെ ആങ്ങളയാകുന്ന സിദ്ദീഖ് തങ്ങളുടെ മകനായ അബ്ദുർറഹ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ആയിഷ ബീവിയുടെ പൊന്നാങ്ങളെയാണ് അബ്ദുർറഹ്മാൻ, സിദ്ദീഖ് തങ്ങളുടെ മകനാണ് അബ്ദുർറഹ്മാൻ. ആ അബ്ദുർറഹ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളായ ആയിഷ ബീവിയെ സമീപിച്ചപ്പോ ആയിഷ ബീവി അറഫ നോമ്പിലാണ്. അറഫ നോമ്പനുഷ്ഠിച്ച ആയിഷ ബീവി ആകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു, വല്ലാതെ തളർന്നു പോയിരിക്കുന്നു. ക്ഷീണമൊരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി മാതി ശരീരത്തിലേക്ക് ഇങ്ങനെ വെള്ളം കുടഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗമാണ് ആങ്ങളയായ അബ്ദുർറഹ്മാനെ കാണാൻ സാധിച്ചത്. അബ്ദുർറഹ്മാൻ റളിയല്ലാഹു അൻഹു അതാ വന്നുകൊണ്ട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ആയിഷ ബീവി,
പ്രിയപ്പെട്ട ഇത്താത്ത, എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് നോമ്പനുഷ്ഠിക്കുന്നത്? ഇത് അറഫയുടെ നോമ്പല്ലേ, സുന്നത്ത് നോമ്പല്ലേ? ക്ഷീണവും പ്രയാസവുമാണെങ്കിൽ ഇതങ്ങ് മുറിച്ചുകൂടെ എന്ന് മഹതിയായ ആയിഷ ബീവിയോട് ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹാ ആങ്ങളയോട് പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ട അബ്ദുർറഹ്മാൻ, ഞാൻ എന്റെ അറഫാ നോമ്പ് മുറിക്കുകയോ? ഒരിക്കലുമില്ല. എന്റെ അറഫാ നോമ്പ് ഞാൻ മുറിക്കുകയോ? ക്ഷീണം കാരണം അറഫാ നോമ്പ് മുറിക്കുകയോ? ഞാനത് മുറിക്കുന്ന പ്രശ്നമില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അറഫയുടെ നോമ്പനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം പഠിപ്പിച്ചതെന്താണെന്നറിയുമോ? അബ്ദുർറഹ്മാൻ, ഒരു വർഷം ചെയ്ത പാപങ്ങൾ പൊറുക്കുമെന്നാണ്. അത്രയും വലിയ ഓഫർ റസൂലുള്ള പ്രഖ്യാപിച്ച ഒരു നോമ്പ് ഞാൻ മുറിക്കുകയോ? മുറിക്കുന്ന പ്രശ്നമില്ല എന്ന് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടെ വെച്ചുകൊണ്ട് ആങ്ങളയോട് പറഞ്ഞെങ്കിൽ നമുക്കിത് പാഠമല്ലേ? നമുക്ക് ക്ഷീണമുള്ളത് കൊണ്ടല്ല, പ്രയാസമുള്ളത് കൊണ്ടല്ല, അകാരണമായി കൊണ്ട് തന്നെ നമ്മളാ നോമ്പ് ഗൗനിക്കാതെ പോകുന്ന സ്വഭാവമാണ്. പലപ്പോഴും അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഒരിക്കലും പാടില്ല. സുന്നത്ത് നോമ്പാണെന്ന് കരുതി നമ്മൾ നോൽക്കാൻ കഴിഞ്ഞിട്ടും ഒഴിവാക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ദുൽഹിജ്ജ മാസത്തിന്റെ പവർ പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ധാരാളം ഹദീസുകളിൽ കാണാം, ധാരാളം നബിവചനങ്ങൾ നമുക്ക് കാണാം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ദുൽഹിജ്ജ 10 ഓരോ ദിവസങ്ങളും 1000 ദിവസങ്ങൾക്ക് സമാനമാണ്. ആ 10 ദിവസങ്ങളിലെ ഓരോ ദിവസങ്ങളും 1000 ദിവസങ്ങൾക്ക് സമാനമാണ്. വലിയ മഹത്വമാണ്. അതേപോലെ തന്നെ മഹാന്മാരായ ആളുകൾ ആ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളുടെ പവറും മഹത്വവും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവര് പ്രാർത്ഥന നിരതരാണ്. ഉത്സാഹമാണ്, ഉന്മേഷമാണ്, ആവേശമാണ്. ഒരിക്കലും നോമ്പൊഴിവാക്കാതെ, ഒഴിവാക്കാതെ എനിക്ക് കിട്ടുന്ന ഗോൾഡൻ ചാൻസ് ഞാൻ ഉപയോഗപ്പെടുത്തട്ടെ എന്ന നിലയ്ക്ക് ഈ 10 ദിവസങ്ങളെ വലിയ താല്പര്യത്തോടുകൂടെ മുതലെടുത്ത മഹാന്മാർ, വലിയ താല്പര്യത്തോടെ മുതലെടുത്ത മാതിമാർ. നിങ്ങൾക്കറിയില്ലേ, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ മാസം സമാഗതമായാൽ മരണമാസന്നമായവരെ പോലെ ഇബാദത്തുകളിൽ മുന്നേറിയിരുന്നു. ഒരാരുടെ മരണം എടുത്തിട്ടുണ്ടെന്നറിയുമ്പോ, മരിക്കാൻ സമയമായിട്ടുണ്ടെന്നറിയുമ്പോ അവൻ ആഖിറം മുന്നിൽ കാണുന്ന സമയമാണ്. അവന് ഖബറും മഹ്ശറയുമൊക്കെ ഓർക്കുന്ന സമയമാണ്. കാരണം അവന്റെ അന്ത്യശ്വാസത്തിന്റെ സമയമാണ്. ആ സമയത്ത് അവന് ഇബാദത്തിന് സൗകര്യം ലഭിച്ചാൽ എത്ര ആത്മാർത്ഥമായിട്ടാണോ അവന് ഇബാദത്ത് ചെയ്യുക, എത്ര ഇഖ്ലാസോടെയാണോ അവന് റബ്ബിന്റെ മുന്നിൽ ഇബാദത്തിന് മുന്നേറാൻ ശ്രമിക്കുക, ആ രൂപത്തിലാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ മാസം കടന്നു വന്നാൽ ഇബാദത്ത് ചെയ്യാറുള്ളത്. മാത്രമല്ല മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുൽ മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ തഹ്ലീലുകളും തക്ബീറുകളും ദിക്റുകളും ധാരാളം അധികരിപ്പിക്കണേ. അന്ന് നിങ്ങൾ ദിക്ർ, സ്വലാത്ത്, ഔറാദുകൾ അധികരിപ്പിക്കുന്നത് നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾക്ക് 7000 മടങ്ങ് പ്രതിഫലം കിട്ടാനുള്ള കാരണമാണെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ ഈ 10 ദിവസങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക, മുതലെടുക്കുക. കാര്യങ്ങളിൽ നമ്മൾ ഗൗരവത്തോടെ കാര്യങ്ങൾ ചെയ്യുക. സ്വലാത്ത്, ഖുർആനോത്ത് തുടങ്ങിയുള്ള നല്ല പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ ഔലിയാക്കൾ ഈ മാസത്തിന്റെ മഹത്വം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി, ഒരാൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളെ ബഹുമാനിച്ചാൽ അല്ലാഹു അവനിക്ക് 10 മഹത്വങ്ങൾ നൽകുന്നതാണ് എന്ന് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങൾ? ഒന്നവന്റെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ്. അവന്റെ ആയുസ്സിൽ കുറഞ്ഞ കാലമാണ് അവൻ ജീവിക്കുന്നതെങ്കിലും അതിൽ ധാരാളം ഇബാദത്ത് ചെയ്യാൻ, സൽക്കർമ്മങ്ങളുമായി റബ്ബിലേക്ക് അടുക്കാൻ, നല്ല പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കുന്നതാണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളെ ആദരിച്ചാലെന്ന് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി അവന്റെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നു. രണ്ടാമതായി അവന്റെ സമ്പത്തിൽ അല്ലാഹു വർധനവ് നൽകുന്നു. മൂന്നാമതായി അവന്റെ കുടുംബത്തിന് അല്ലാഹു സുരക്ഷിതത്വം നൽകുന്നു. 4 അവനിക്ക് പാപമോചനം നൽകുന്നു. 5 അവന്റെ പ്രതിഫലങ്ങൾക്ക് അല്ലാഹു വർധനവ് നൽകുന്നു. 6 അവന്റെ മരണസമയത്തുള്ള വേദന അത് അല്ലാഹു ലഘൂകരിക്കുന്നു. 7ാമതായി ഇരുൾ മുത്തിയ രംഗങ്ങളിലൊക്കെ അവനിക്ക് അല്ലാഹു വെളിച്ചം നൽകുന്നു. 8ാമതായി അവന്റെ നന്മതിന്മ തൂക്കുമ്പോ അവന്റെ നന്മയുടെ തട്ട് കനം തൂകുന്നു. 9ാമതായി വീഴ്ചകളിൽ നിന്ന് അവനിക്ക് മോചനം നൽകുന്നു. 10ാമതായി അവന്റെ പദവികളിൽ അല്ലാഹു ഉയർച്ച തരുന്നു. ഇങ്ങനെ 10 കാര്യങ്ങൾ നമ്പരിട്ടുകൊണ്ട് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളെ ആദരിച്ചാൽ അല്ലാഹു നൽകുന്ന മഹത്വമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല ദുൽഹിജ്ജയുടെ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു പ്രത്യേകം പ്രതിഫലം നൽകുന്നു. ഒരാൾ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചാൽ, ദാനധർമ്മങ്ങൾ ചെയ്താൽ അവൻ അമ്പിയ മുർസലുകൾക്ക് ദാനം ചെയ്തതുപോലെയാണ്. ഒരാൾ രോഗികളെ സന്ദർശിച്ചാൽ ഔലിയാക്കളെയും അബ്ദാലുകളെയും സന്ദർശിച്ചതുപോലെയാണ്. ഒരാൾ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ ഒരു ജനാസയുടെ കൂടെ പോയാൽ, ഷഹീദായി മരണപ്പെട്ട ഒരു ജനാസയുടെ കൂടെ പോയ കൂലിയാണ് അവനിക്കെന്ന് മഹാനായ ശൈഖ് ജീലാനി ഒരു സത്യവിശ്വാസിക്കൊരു പുത്തനുടയാട വാങ്ങിക്കൊടുത്താൽ അവനിക്ക് നാളെ സ്വർഗീയ വസ്ത്രം അല്ലാഹു ധരിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു അനാഥയോട് കരുണ കാണിച്ചാൽ അവനിക്ക് നാളെ അർശിന്റെ തണൽ അല്ലാഹു വിധാനിക്കുമെന്ന മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ഇങ്ങനെ പ്രത്യേകം ആദരവുകളും ബഹുമാനങ്ങളും മഹത്വങ്ങളും പവറുകളുമുള്ള പരിശുദ്ധമായ ദുൽഹിജ്ജ, ആ ദുൽഹിജ്ജ മാസത്തിൽ ഈ 10 ദിവസങ്ങളെ നമ്മൾ മുതലെടുക്കുക. ിലേക്ക് തിരിഞ്ഞിടുന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ
എന്ന ദിക്ർ 100 പ്രാവശ്യം ചൊല്ലൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. അതേപോലെ തന്നെ അറഫാ ദിവസം പകൽ സമയത്ത് ഒരു 100 സൂറത്തുൽ ഇഖ്ലാസ് ഓതലും വലിയ പുണ്യമുള്ളതാണ്. അതിനുശേഷം ഒരു 100 സ്വലാത്ത് ചൊല്ലലും വലിയ മഹത്വമുള്ളതാണ്. അത് സ്വലാത്തുൽ ഇബ്രാഹിമിയ്യയാകൽ പുണ്യമാണ്. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ അറഫാ ദിവസം മുതലെടുക്കാനുള്ള നല്ല നല്ല അവസരങ്ങൾ സാധുക്കളായ നമുക്ക് നൽകുമ്പോ അത് മുതലെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയും ഹജ്ജിന് വേണ്ടി പോയ വിശ്വാസികൾ മക്കയിലും മദീനയിലും അതേപോലെ അറഫയിലും മുസ്ദലിഫയിലും സഫാ മർവയിലുമൊക്കെയായി അവരുടെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുമ്പോ നമുക്കും നമ്മുടെ നാടുകളിൽ നിന്ന് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്തുകൊണ്ട് യജമാനനായ അല്ലാഹ് അവന്റെ പൊരുത്തം സമ്പാദിക്കാനും അവന്റെ തൃപ്തി നേടാനും ഞാനും നിങ്ങളും ശ്രമിക്കണമെന്നോ ഈ സമയത്ത് ഞാൻ. വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ് www.hubburrasool.net